windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, don't even try. Just let the bullets fly, I'm the last one to die. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ഭീകരൻ ഓസ്കാർ, അത്യാവശ്യം ഒരു 10 നീളവും ഒരു 6 വീതിയൊക്കെ വരുന്ന ഒരു ഭീകരൻ ഓസ്കാർ ഇവിടെ കുമാരപുരം ഡി പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോറൂമിൽ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഡി പെറ്റ്സിലേക്ക് ഞാനും എൻ്റെ മോനും ഉണ്ണിക്കുട്ടനായിട്ട് ഡി പെറ്റ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കവിടെ പോയിട്ട് ഏതൊക്കെ ഇനം ഓസ്കാർ ഉണ്ടെന്ന് നോക്കാം. സ്ഥലം കുമാരപുരത്താണ്. ഡി പെറ്റ്സ് ദീപു എന്ന് പറയുന്ന ആളുടെ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി അവിടെ എന്തൊക്കെ ഇനം ഓസ്കാർ ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം വലിയ ഇനം ഓസ്കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ കയറിയപ്പോൾ തന്നെ കാണാൻ പറ്റി മീനുകൾക്കുള്ള കംപ്ലീറ്റ് ഫുഡ് അവൈലബിൾ ആണ്. ഓസ്കാറിനുള്ള ആയിക്കോട്ടെ, ഷാർക്കിനുള്ള ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഗോൾഡ് ഫിഷ്, ഗപ്പി, എന്തിനും മീൻ വളർത്തുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ഫുഡ് അവൈലബിൾ ആണ്. അതുപോലെ കംപ്ലീറ്റ് ആക്സസറീസും ബാക്കി ഫിൽറ്റേഴ്സ്, അതുപോലെ ടാങ്ക് ക്ലീനേഴ്സ്, ടോപ്പ് ഫിൽറ്റർ, അതുപോലെ എക്സ്റ്റേണൽ ഫിൽറ്റർ, അതുപോലെ ഇന്റേണൽ ഫിൽറ്റേഴ്സ്, ബാക്കിയുള്ള ആക്സസറീസ് അവൈലബിൾ ആണ്. അത്യാവശ്യം ഞാൻ റേറ്റ് നോക്കി അത്യാവശ്യം നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ഐറ്റംസ് ആണ്. അതുപോലെ റേറ്റും വളരെ കുറവാണ്. അതുപോലെ എല്ലാം നല്ല ഒരു ബ്രാൻഡഡ് സാധനങ്ങളാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഓസ്കാറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ രഞ്ജിത്ത് ദീപു അതിൻ്റെ അളവൊക്കെ നോക്കുകയാണ്. അപ്പോൾ 6 ഇഞ്ച് ഓസ്കാർ ഉണ്ട്, 10 ഇഞ്ചിൻ്റെ ഉണ്ട്, 4 ഇഞ്ചുണ്ട്. ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. 10 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1500 രൂപ ആകുമെന്നാണ് പറയുന്നത്. അളവ് നോക്കുകയാണ്. അളവ് നോക്കിയപ്പോൾ അത് ഏകദേശം 8 ഇഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏകദേശം 800 രൂപയാണ് ഒന്നിന് പറയുന്നത്. 800 രൂപ. ഇത് ലെമൺ ഓസ്കാർ ആണ്. റെഡ് ഐ വരുന്ന ലെമൺ ഓസ്കാർ ജോ പെയർ ആണെന്നുണ്ടെങ്കിൽ 1900, 1800. ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ 800, 900 രൂപ തരാമെന്ന് പറഞ്ഞത്. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറുതാണ്, റെഡ് ഓസ്കാർ ആണ്, റെഡ് ഐ ആണ്. ശരിക്കും റെഡ് ഓസ്കാർ ചെറുപ്പത്തിലെ കളറാണെന്നുണ്ടെങ്കിൽ വളർന്ന് വരുമ്പോഴത്തേക്ക് നല്ല റെഡ് കളറായിട്ട് മാറും. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഭയങ്കര അഗ്രസീവ് സാധനമാണ്. അറൗണ്ട് 10 ഇഞ്ചുണ്ട്, 10 ഇഞ്ച് നീളമുണ്ട്, 6 ഇഞ്ച് വീതിയുണ്ട്. വെയിൽസ് ഓസ്കാർ എന്ന് പറയും. ടൈഗർ ഓസ്കാറിന്റെ ഇനത്തിൽ വരുന്നതാണ് വെയിൽസ് ഓസ്കാർ. ഇത് ബലൂൺ ഓസ്കാർ എന്ന് പറയും. ഭയങ്കര റയറാണ് സാധനം. 1300, 1400ഓളം രൂപയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ബലൂൺ ഓസ്കാർ അങ്ങനെ സാധാരണ ഒരു അക്വേറിയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിരിക്കുകയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ബലൂൺ ഓസ്കാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തടിയും നല്ല വീതിയൊക്കെ ഉള്ളതാണ്. ഇത് ആൽബിനോ ഓസ്കാർ ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരെണ്ണം 800 രൂപ, 900 രൂപയ്ക്ക് ഒരെണ്ണം. പെയർ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2000 രൂപ വരും വില. അപ്പം അതിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഉണ്ണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ മീനും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇത് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ദീപു ആണെന്നുണ്ടെങ്കിൽ നല്ല വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നോക്കാം, എന്തെടുക്കണമെന്ന് അറിയില്ല, കൺഫ്യൂഷനാണ്. അപ്പം വില അങ്ങോട്ട് നെഗോസിയേഷൻ വരുന്നില്ല. 1500 പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വിവിധ തരം വെറൈറ്റി മീനുകളെല്ലാം അവൈലബിൾ ആണ്. കംപ്ലീറ്റ് നല്ലൊരു അക്വേറിയമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ ഷോറൂം ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അകത്തോട്ട് കയറുമ്പോൾ നല്ല വിശാലമായ ഒരു ഷോറൂം തന്നെയാണ്. പലതരത്തിലുള്ള വെറൈറ്റി മീനുകൾ. ഈ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ആൻറ്റിബയോട്ടിക്സ് ലോഷൻ, ആൻറ്റിബയോട്ടിക് ലിക്വിഡ് ഉണ്ടാവുമല്ലോ, മെഡിസിൻ വെള്ളത്തിലിട്ടേക്കുന്നതാണ്. കാരണം മീനുകൾക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയാണ്. നോർമലി മീനുകൾക്ക് മൊർട്ടാലിറ്റി കൂടുതലാണ്. അപ്പോൾ ഓസ്കാറെല്ലാം അങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ്, ചെറുതും വലുതും. സാധാരണ രീതിയിൽ ഓസ്കാറുകൾ ചെറിയ മീനുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ അറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഇവിടെ എല്ലാ വലിയ തടിമാടൻ ഓസ്കാറുകളും കുഞ്ഞു കുഞ്ഞു ഓസ്കാറുകളൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല. സാധാരണ ചെറിയ ഓസ്കാറുകളാണ് അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇതും പലതരം വെറൈറ്റി ഗോൾഡ് ഫിഷ്, അതുപോലെ കാർപ്പ്, SK ഗോൾഡ്, എല്ലാ വെറൈറ്റി മീനുകളുണ്ട്. 60 രൂപ, 50 രൂപ റേഞ്ചിലുണ്ട്. പിന്നെ പക്ഷികൾ അവൈലബിൾ ആണ് കേട്ടോ. ലവ് ബേർഡ്സ്, അതുപോലെ കൊണൂൺ, അങ്ങനെയുള്ള പക്ഷികൾ അവൈലബിൾ ആണ്. വിത്ത് കൂട് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അവസാനം ഏത് മീൻ എടുക്കാന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറയുന്നത് ബ്ലാക്ക് ഓസ്കാർ മതി എന്നാണ്. ബ്ലാക്ക് പറയുന്നത് വെയിൽസ് ഓസ്കാർ, 1500 രൂപയുടെ, 10 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി. അപ്പോൾ ആ ഓസ്കാർ തന്നെ എടുക്കാമെന്ന് ഫിക്സ് ചെയ്തു. അപ്പം നെഗോസിയേഷൻ വലിയ ഇതൊന്നുമില്ല, എന്നാലും ലാഭം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് അക്വേറിയത്തിൽ പോയതിന് ശേഷമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നത്, ഈ ഒരു ഷോറൂമിലേക്ക് വന്നത്. ഡി പെറ്റ്സ് ആണ് കുമാരപുരത്തിലുള്ള. അപ്പോൾ ഏതായാലും അതിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ അക്വേറിയത്തിൽ വന്ന് കിടക്കാനാണ് അതിന് യോഗം. അപ്പോൾ അതിനെ പിടിച്ച് നേരെ ദീപു അതിനെ കവറിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനാണെങ്കിൽ തുള്ളി ചാടുകയാണ്.
കാരണം പ്രതീക്ഷിച്ചില്ല ചെറിയൊരു ഓസ്കാർ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ ചെന്നപ്പോൾ കാണാം അതിഭീകരൻ എന്ന് വെച്ചാൽ അതിഭീകരൻ 10 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതം എന്ന് പറയുന്നത് ഊഹിക്കാം. ഒരു കയ്യിൽ അത്ര ഉണ്ട്, വലിയൊരു ഭീകരനാണ്. അപ്പം എന്തായാലും പാക്ക് ചെയ്തു നേരെ വീട്ടിലേക്ക് പോകണം. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്, ചിരിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഹാപ്പിയാണ്. അപ്പം എന്തായാലും നേരെ കാശ് കൊടുക്കുന്നു, നേരെ വീട്ടിലേക്ക് വരുന്നു. നമ്മുടെ ചെറുക്കൻ ഒരു ഭീകര ഓസ്കാറിനെ വാങ്ങിയെന്ന് അറിഞ്ഞു. എവിടെയാണ് എവിടെയാ സാധനം? എവിടെ? 10 ഇഞ്ചിന്റെ കിടില് ഒരു ഓസ്കാർ വാങ്ങിച്ചു. 10 ഇഞ്ചാ? 10 ഇഞ്ച് 10 ഇഞ്ചിന്റെ വെയിൽ ടെയിൽ. എനിക്ക് പൊക്കാൻ വയ്യതുകൊണ്ടാണ് ഇരിക്കണത്. വെയിൽ ടെയിൽ ഓസ്കാറാ? വെയിൽ ടെയിൽ ഓസ്കാർ ആണ്. വില പൈസ ഒന്നും നോക്കിയില്ല. 1500 രൂപ അങ്ങ് മുതലിനെ അങ്ങ് വാങ്ങിച്ച്. പൈസയൊക്കെ നോക്കാൻ ഇന്ന് അത് പറ്റൂല കൂട്ടുകാരെ. അത് പൈസ ഒന്നും നോക്കിയില്ല, അങ്ങ് എടുത്തങ്ങ് വാങ്ങിച്ച്. അപ്പൊ ഇതിനെ ഇടാൻ പോവുകയാണ്. ഒറ്റ കൈ പിടിക്കണ എനിക്ക് തന്നെ നോക്കട്ടെ. 10 ഇഞ്ചിന്റെ ആണ്. എല്ലാം കൂടെ പിടിച്ച് തിന്നാ ഇതിനകത്ത് കുറച്ച് ഓസ്കാർ കിടപ്പില്ലേ? ഓ 10 ഇഞ്ച് എന്റെ പൊന്നെ. പൊക്ക് 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 നോക്കട്ടെ. പൊക്ക വയ്യ. മറ്റേ കുഞ്ഞന്മാരെവിടെ? ഈ കുഞ്ഞന്മാരെ ഇത് തിന്നോ? ഇല്ല ഇല്ല, എന്നാലും തോന്നണ തിന്നാ ആകാരം. അല്ലെ നമുക്കിത് എവർക്ക് കൊടുക്കാം. ഈ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എമാരെയൊക്കെ ഒറ്റ അടിക്ക് അടിക്കും. ഒറ്റതാ ഇതിനെയൊക്കെ പിടിച്ച് തിന്നളായി, ഒറ്റ അടിക്ക് തീർക്കും. ഇപ്പൊ തന്നെ ആ സാധനം വൈലന്റ് ആണ്. നമ്മുടെ കുഞ്ഞ ഓസ്കാർമാര് കിടപ്പുണ്ട് ഇവിടെ. വെയിലും ഉണ്ട്, ടൈഗറും ഉണ്ട്. ശിവകുമാരുടെ കാര്യം എന്താവും അറിഞ്ഞൂടാ. ഇത് നോക്കട്ടെ, 10 ഇഞ്ച്. ഭഗവാനെ, അതിനെ പിടിച്ച് കടിച്ചു തിന്നു. മോൺസ്റ്റർ, റിയൽ മോൺസ്റ്റർ. ഉണ്ണി നമ്മള് പൈസ ഒന്നും നോക്കിയില്ല. 1500 രൂപ വീട്ടിൽ പറഞ്ഞ 500 രൂപയാണ്. അല്ലെങ്കിൽ മാറ്റണ്ട, ടെമ്പറേച്ചർ ക്ലിയർ ആവട്ടെ. ടെമ്പറേച്ചർ ക്ലിയർ ആയിട്ട് ചാടാൻ വേണ്ടി നോക്കണുണ്ട് ഒരുത്തൻ. ടെമ്പറേച്ചർ ക്ലിയർ ഓസ്കാർ ആണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഇതിനെ ഇറക്കാൻ പോവുകയാണ്. എന്താവും അറിഞ്ഞൂടാ. പതുക്കെ ഒരു ഇറക്കിയിരിക്കുകയാണ്. മറ്റൊക്കെ കോടിയാ? കൊത്താൻ പോണ അതിനാ? കൊട്ടയൊന്നുമില്ല, ഒരുമിച്ച് പോണ നോക്കിയാണ് ജാഥ. കമ്പനി ആയ അത് വന്നപ്പോ എല്ലാം പുറത്തിറങ്ങി. ഇതിന് അടിക്കാൻ ഇറങ്ങിയതാണ്. ബോഡി ഗാർഡാ? മഞ്ഞ ഓസ്കാറെല്ലാം മൂലയില് പോയി. ബ്ലാക്ക് അതിന്റെ കൂടെ നടക്കണ്. ഈ ബ്ലാക്ക് എല്ലാം ഒരേ ഇനമാണല്ലോ, എല്ലാം ഒരേ ജാതിക്കാരാണ്. അതിന്റെ ആ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാൻ കരുതി അതിനടിക്കുന്ന കരുതിയത് കേട്ടോ. പക്ഷെ എന്തോ കൊത്തനൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഒരു ഒരു ദിവസം 1 കിലോ ഫുഡ് വേണ്ടി വരും. നമ്മൾ വാങ്ങിയത് എവിടെ നിന്നാണ്? നമ്മൾ എവിടെന്നാ വാങ്ങിയത്? അവിടെ എല്ലാ ഇനം ഓസ്കാറും ഉണ്ട്. 8 ഇഞ്ച് ഉണ്ട്, 6 ഇഞ്ച് ഉണ്ട്, 4 ഇഞ്ച് ഉണ്ട്, 10 ഇഞ്ച് ഉണ്ട്. 1 ഫീറ്റ് വരെ ഉണ്ട്. 1 ഫീറ്റോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും വലിയൊരു വെയിൽ ഓസ്കാർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. റിയലി അമേസിങ്. നീളം കണ്ട സൂപ്പർ. നമ്മുടെ ഇവിടെ കുറെ കുഞ്ഞന്മാരുണ്ട്. കൂട്ടുകാരെ, ഇത് വെള്ളം മാറ്റിയോണ്ട് ചെറിയൊരു അണ്ണാറ്റി കിട്ടി. വെള്ളം മാറ്റിയതുകൊണ്ടല്ല, ഇത് ഇപ്പൊ പുതിയ പഴയ ടാങ്കിൽ നിന്ന് പുതിയ ടാങ്കിലേക്ക് വന്നതല്ലേ. കുറച്ച് മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. മഞ്ഞല്ല, ആന്റിബയോട്ടിക് ഫുൾ ഒഴിക്കട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആന്റിബയോട്ടിക് ഒഴിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം പകുതി ഇങ്ങനെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം മാറിയോണ്ട് ഒന്ന് അതിന്റെ അതിനാ വെള്ളത്തിലുള്ള അണുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടും. അതിന് പെട്ടെന്ന് അസുഖമൊന്നും വരില്ല. ആണ് എന്റെ യൂസ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മോൺസ്റ്റർ ഭീകരൻ അങ്ങനെ നോക്കുകയാണ്. ഇത് എന്താണ് മഞ്ഞ മുകളിൽ നിന്ന് ഒഴുകി വരണത് നോക്കുകയാണ്. രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരുപാട് നോക്കി നടന്നതിന് ശേഷമാണ് വാങ്ങിച്ചത്, ഈ ഒരു സാധനം വാങ്ങിയത്.
ഓക്കെ. അപ്പൊ ഓക്കെ ഉണ്ണി. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഡി പെറ്റ്സ് ഡി പെറ്റ്സ് കുമാരപുരം. കുമാരപുരം. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നമ്മള് ഈ ഓസ്കാർ വാങ്ങിച്ചിരിക്കുന്നു ഭീകരന. അപ്പൊ വാങ്ങിയത് ഇത് നമ്മള് ഡി പെറ്റ്സിന്ന് അക്വേറിയത്തിൽ നിന്നാണ് വാങ്ങിയ. ഡി പെറ്റ്സ് കുമാരപുരം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ. ഓക്കെ, സീ യു.